ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. റാസൽഖൈമ സെന്റ് തോമസ് മാർത്തോമ സേവികാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഈ വചന പരമ്പരയിൽ ഒരു പ്രാവശ്യം കൂടെ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഹോശാന ഞായർ, പാം സൺഡേ. ക്രൂശിലേറ്റപ്പെടുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള ആഗമനത്തെ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഓർക്കുന്ന ദിവസം, വിശുദ്ധ വാരത്തിന്റെ ആരംഭം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ ശുശ്രൂഷയും ക്രൂശു മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഓർക്കുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. സഖറിയാ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഈ പ്രവാചക ശബ്ദത്തിന് നിവൃത്തി വരുന്ന ദിവസമാണ് ഇന്ന്. യഹൂദ ജനം പെസഹ ആചരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തി വരുന്ന കാലത്ത് യേശുക്രിസ്തു ജയശാലിയായി താഴ്മയുള്ളവനായി കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഓർമ്മയെ പുതുക്കുന്ന ദിവസമാണ് ഹോശാന ഞായർ. ജനം മരക്കൊമ്പുകൾ വെട്ടിവിതറി അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന ഹോശന്ന എന്ന ആർത്ത് പാടി കർത്താവിനെ സ്തുതിക്കുന്ന ദിവസം. യെരുശലേമിലേക്ക് പ്രവേശിച്ച യേശുക്രിസ്തു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നതായി 4 സുവിശേഷ ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു ദേവാലയത്തിൽ ചെന്ന് അവിടെ വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും പ്രാക്കളെ വിൽക്കുന്നവരെയും അടിച്ച് പുറത്താക്കിയിട്ട് അവരോട് പറയുന്നു: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന്. ദേവാലയത്തെക്കുറിച്ചിട്ടുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ പറയുന്നത് ഇവിടെ നിവർത്തിയാകുന്നു. വിശ്വാസ സമൂഹം എന്ന് അഭിമാനിക്കുന്ന നമ്മെക്കുറിച്ച് കർത്താവ് പറയുന്നു: നിങ്ങൾ കർത്താവിൻ്റെ മന്ദിരമാണ്, മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന്. മനുഷ്യന്റെ കൈപ്പണിയായതിൽ ദൈവം വസിക്കുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ കൈപ്പണിയായ നമ്മുടെ ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് യേശുതമ്പുരാന്റെ ആഗമനം സംഭവിക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. നാം ആകുന്ന ദേവാലയത്തിലേക്ക് മശിഹായെ നാം സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഹോശാന പാടണം. പാപങ്ങളുടെ അടിമത്തത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. നോയമ്പിൽ 40 ദിവസങ്ങൾ കടന്നുപോയി. ക്രിസ്തുവിന്റെ പീഡാനുഭവ ദിവസങ്ങളിൽ പ്രവേശിക്കുന്ന നാം ഇന്ന് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന്. ആകയാൽ നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ജഡത്തിന്റെ ചിന്തകളായ പാപങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന നന്മയുള്ള ഹൃദയങ്ങളായി അനുതാപവും അനുരഞ്ജനവും ഉള്ളവരായി കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് അവന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കാനായി നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവം തമ്പുരാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.